ജനവാസ മേഖലയായ പൈതലയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ജനവാസ മേഖലയിൽ ക്വാറി തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ജനകീയ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ സമരപരിപാടികൾ ശക്തമാക്കുന്നത്. പ്രദേശം സംരക്ഷിക്കണമെന്നാവശ്യം ഉന്നയിച്ച് സമിതി ഭാരവാഹികൾ വണ്ടാഴി പഞ്ചായത്തിൽ പരാതി നൽകി. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയതായി പ്രതിഷേധക്കാർ പറഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് മുന്നോട്ടു പോയാൽ ജീവനും കൃഷിയും സംരക്ഷിക്കുന്നതിനായി പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളും സമരരംഗത്തിറങ്ങുമെന്നാണ് ജനകീയ സമിതി ഭാരവാഹികൾ നൽകുന്ന മുന്നറിയിപ്പ്. അതിൽ എന്തെങ്കിലും ബന്ധമായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ജനങ്ങളെ അവർക്ക് ചെയ്യാം. ഒരു വൈസ് പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ ഒരു പരാതി ഉണ്ട് നമുക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ലൈസൻസ് കൊടുത്തില്ല വിചാരിക്കുക, സമയത്തിന് കൊടുക്കാതിരുന്ന അത് ഡീമെഡ് ലൈസൻസ് അത് കിട്ടിയതായിട്ട് പരിഗണിക്കപ്പെടും. മനസ്സിലായില്ലേ? ഇവർക്ക് നമ്മുടേതല്ല ഈ കോറിയും ഇങ്ങനെ നടക്കും. ബുധനാഴ്ച മുതലാണ് പൈതലിയിൽ കരിങ്കൽ കോറി പ്രവർത്തനം തുടങ്ങിയത്. കോറിയുടെ പ്രവർത്തനം മേഖലയിലെ കാർഷിക വിളകൾക്കും ജലസ്രോതസ്സുകൾക്കും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിനും ഭീഷണിയുണ്ടാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇതാണ് ഹൈക്കോടതിയിലെ ഓർഡർ. ഇത് 2023 ഞങ്ങൾക്ക് തൽസ്ഥിതി തുടർന്നു കൊള്ളാമെന്നുള്ള ഒരു ഹൈക്കോടതി ഓർഡറാണ് ഇത് ഞങ്ങൾക്ക് ഇരിക്കുന്നത്. ഇതിനകത്ത് 5 പേര് ഞങ്ങൾ 9 പേര് എതിർകക്ഷികളായിട്ടും 5 പേര് ഞങ്ങൾ കക്ഷികളായിട്ടും ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് വണ്ടാഴി ഗ്രാമപഞ്ചായത്ത്, വണ്ടാഴി പഞ്ചായത്ത് സെക്രട്ടറി, പിന്നെ ദ വില്ലേജ് ഓഫീസർ, ദ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസർ, ദ ഡെപ്യൂട്ടി ചീഫ് കളക്ടർ, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ, വൈൽഡ് ലൈഫ് വാർഡൻ പറമ്പിക്കുളം, സണ്ണി കിഴക്കേപ്പറമ്പിൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ, എവറസ്റ്റ് ഗ്രാനൈറ്റ്, അന്ന് എവറസ്റ്റ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഇതാണ് ഇത് ആരംഭം കുറിച്ചത്. അവർക്കെതിരായിട്ട് ഞങ്ങൾ ഇത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ഇപ്പോൾ അവർ അന്ന് സർവേ നമ്പർ 25 ബ്ലോക്ക് നമ്പർ 50 എന്ന സ്ഥലത്തായിരുന്നു ഇവർ ഇതിനകത്ത് പെർമിഷൻ മേടിച്ചിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തൽസ്ഥിതി തുടരാമെന്ന് ഉള്ള സ്റ്റേ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ 24 സർവേ നമ്പർ 24 ബ്ലോക്ക് നമ്പർ 50 ഇവർ മാറ്റി. ഇത് മൊത്തം 27 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ പല പേരുടെ സ്ഥലമാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതാണ് സർവേ നമ്പർ മാറ്റിയത്. എവറസ്റ്റ് ഗ്രാനൈറ്റ് എന്നുള്ളത് ഇവർ ആലത്തൂർ ഗ്രാനൈറ്റ് എന്നാക്കി മാറ്റി. ഇപ്പോൾ ഇതിനകത്ത് ഇവർ ആളുമാറാട്ടമാണ് നടത്തിയിരിക്കുന്നത്. ആളുമാറാട്ടം നടത്തിയിട്ട് പുതിയ അപേക്ഷയിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഇവർ 1995 കോറിയുടെ ഒരു കക്ഷിയിലേക്ക് ഇവർ കക്ഷി ചേർന്നുകൊണ്ട് ഇവർ പുതിയൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ബന്ധപ്പെട്ടവർ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഹൈക്കോടതി പറയുന്നത് ഇത് വിളിക്കുമെന്നാണ്. ഞങ്ങൾ കക്ഷികളെ വിളിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുവരെ ഞങ്ങളെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളിത് പുതിയൊരു അപേക്ഷയും ഇതുമായിട്ട് പോകുമെന്നുള്ള വിവരം ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. മണ്ണ് മാന്തി 2 സൈഡും വഴിവെട്ടി വെടി പൊട്ടിച്ച് കളഞ്ഞപ്പോഴാണ് ഞങ്ങളിത് ഈ പുതിയൊരു കോറി അവിടെ തുടങ്ങിയെന്നുള്ള വിവരം തന്നെ അറിയുന്നത്. 4 വർഷം മുമ്പും ഇവിടെ കോറി ആരംഭിക്കാൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നടത്തിപ്പുകാർ പിന്മാറുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാനഘട്ടത്തിൽ ലഭിച്ച അനുമതിയുടെ പിൻബലത്തിലാണ് ഇപ്പോൾ വീണ്ടും കോറിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു. 14ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു കോറിയാണ്. ഇതും കൂടാതെ ചുറ്റുവട്ടത്തിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ വീണ്ടും 3 കോറി കൂടെ പഞ്ചായത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഒന്ന് പൈതലയിലും, ഒന്ന് ഒലിങ്കടവിലും, ഒന്ന് ഗേറ്റിലും, ഇങ്ങനെ രണ്ടോട്ടി, ഇങ്ങനെ 3 കോറിക്കാണ് ഇവിടെ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഞങ്ങൾക്കിത് കൊണ്ടുവരാൻ ഞങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം കിട്ടണം. കോടതിയായാലും പഞ്ചായത്തായാലും വില്ലേജ് ഓഫീസായാലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് കിട്ടണം. ഞങ്ങൾക്ക് ജീവന സ്വത്തിനും സംരക്ഷണം കിട്ടണം. അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും.
പ്രദേശത്ത് 3 ക്വാറികൾ കൂടി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയാണ്. ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡിലൂടെയാണ് ക്വാറിയിലെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇത് റോഡ് തകർച്ചയ്ക്ക് കാരണമാവുമെന്നും പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.